യുക്രൈൻ വിഷയത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ അടിയന്തര യോഗം അടുത്തയാഴ്ച. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുക്കും. റഷ്യ, യുക്രൈൻ പ്രതിനിധികളും മുതിർന്ന വൈറ്റ് ഹൌസ് പ്രതിനിധികളും ഉൾപ്പെടുന്ന യോഗം ഉടൻ സൗദി അറേബ്യയിൽ നടക്കും. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് മൈസൺ ജോസ് ചേരുന്നു. മൈസൺ, വിശദാംശങ്ങൾ. തീർച്ചയായും യുക്രൈൻ്റെ വിഷയം യൂറോപ്യൻ യൂണിയൻ ഏറ്റെടുക്കുക എന്ന ഉത്തരവാദിത്വം തന്നെയാണ് ഇപ്പോൾ നിലവിലെ സൂചനകളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ അംഗത്വത്തിനുള്ള പ്രാഥമിക നടപടികളെല്ലാം തന്നെ പൂർത്തിയായി. യൂറോപ്യൻ യൂണിയൻ അംഗത്വത്തിലേക്ക് യുക്രൈൻ നീങ്ങുന്നൊരു സാഹചര്യത്തിലാണ് ഈ യുദ്ധം സമാപിപ്പിക്കുന്നതിനെ അല്ലെങ്കിൽ അവസാനിപ്പിക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി തീർച്ചയായുമുള്ള കർശനമായ നടപടികൾ മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ നീക്കങ്ങളുടെ ഭാഗമായാണ് യൂറോപ്യൻ യൂണിയൻ ഈ വിഷയത്തിൽ നേരിട്ടിടപെടാനുള്ളൊരു തീരുമാനമെടുത്തത്. യൂറോപ്യൻ യൂണിയൻ അംഗമല്ലാത്ത ബ്രിട്ടനും യോഗത്തിൽ പങ്കെടുക്കുമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഇത്തരത്തിൽ നിരവധിയായ വിഷയങ്ങൾ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഇന്നലെ യൂറോപ്പിൽ നടന്നിരുന്ന അതല്ലെങ്കിൽ മ്യൂണിക്കിൽ നടന്നിരുന്ന ആ സമ്മേളനത്തിൽ JD വാൻസുമായി സെലൻസ്കി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. യൂറോപ്യൻ യൂണിയൻ്റെ ഒരു ഇടപെടൽ ഇതിൽ ഉറപ്പാക്കുന്നതിൻ്റെ ലക്ഷ്യം തങ്ങളുടെ പ്രതിരോധ ശക്തി ഉറപ്പാക്കുക എന്ന ഒരു നീക്കം തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ഇക്കാര്യത്തിൽ വ്ളാഡിമിർ പുടിനും അതുപോലെ തന്നെ ട്രംപും കൃത്യമായ നീക്കങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ട്രംപ് കൃത്യമായും ഈ പ്രശ്നം അവസാനിപ്പിക്കണമെന്ന മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിൽ വളരെ അനുകൂലമായി പുടിൻ പ്രതികരിക്കുകയും അതിനുള്ള നടപടികളിലേക്ക് നീങ്ങാമെന്ന് അറിയിക്കുകയും ചെയ്തു. മാത്രമല്ല പുടിനും ട്രംപുമായുള്ള കൂടിക്കാഴ്ചയും ഉടൻ ഉണ്ടാകുമെന്ന് വൈറ്റ് ഹൗസ് തന്നെ അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരത്തിൽ ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങൾ ഒരു വശത്ത് കൂടി പുരോഗമിക്കുമ്പോൾ മറുവശത്ത് അത് ഏത് രീതിയിലാവും തങ്ങൾക്ക് പ്രതികൂലമായി മാറുമോ എന്നൊരു ആശങ്കയാണ് യുക്രൈൻ്റെ ഭാഗത്ത് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് യുക്രൈൻ ഈ പുടിൻ്റെ നേരത്തെ ഈ കഴിഞ്ഞ ദിവസമെല്ലാം തന്നെ സെലൻസ്കിയുടെ പ്രസ്താവന അദ്ദേഹത്തിൻ്റെ സമൂഹമാധ്യമ കുറിപ്പുകളിലെല്ലാം തന്നെ പുറത്തു വന്നത് ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത് പുടിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നീക്കം പൂർണ്ണമായും വിശ്വസനീയമല്ല എന്ന നിലപാട് തന്നെയാണ് യൂറോപ്യൻ യൂണിയനെ അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. അത്തരത്തിലൊരു സങ്കീർണമായ ഒരു പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു അവസ്ഥ നിലവിലുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ പശ്ചാത്തലത്തിലാണ് യൂറോപ്യൻ യൂണിയൻ്റെ യോഗം നടക്കാനിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഉടൻ തന്നെ ഇത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകും എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിൽ യൂറോപ്യൻ യൂണിയൻ യോഗം അടുത്ത ആഴ്ച നടക്കുന്നതിന് ശേഷം ഈ യുക്രൈനുമായുള്ള വിഷയത്തിൽ കുറേ കൂടി ശക്തമായൊരു പിന്തുണ ഒരു പക്ഷേ നാറ്റോയുടെ പിന്തുണ ഉൾപ്പെടെ ലഭിക്കുന്നതിനുള്ള നീക്കങ്ങളായിരിക്കാം. പക്ഷേ നാറ്റോ അംഗമല്ല, അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുക, ശക്തിയെ കൊണ്ട് തന്നെ ശക്തിയെ നേരിടുക എന്ന ഒരു അടിസ്ഥാന തത്വമാണ് യുക്രൈൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ യുദ്ധത്തിനുള്ള സാഹചര്യം പൂർണ്ണമായും ഒഴിവാക്കണമെന്ന കർശന നിലപാടിലാണ് ട്രംപ് ഉള്ളത്. യുക്രൈനുള്ള ആയുധ വിതരണം സംബന്ധിച്ച് വരെ ചില തീരുമാനങ്ങൾ എടുക്കാനുള്ള നീക്കങ്ങളും ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുകയും ചെയ്യുന്നുണ്ട്. സംഭവങ്ങൾ ഉടൻ പരിഹരിക്കപ്പെട്ട് വലിയൊരു നീക്കത്തിലേക്ക്, സമാധാനത്തിൻ്റെ നീക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന സൂചനകളാണ് വരുന്നത്. രോഹിണി, മൈസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.